IPL കൗണ്ട് ഓൺ 2024. മുംബൈ ഇന്ത്യൻസിന്റെയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും ഇമ്പാക്ട് പ്ലെയേഴ്സ്. ഓൾറൗണ്ടേഴ്സിന്റെ പ്രസക്തി കുറയ്ക്കുന്നു എന്ന വാദമാണ് ഇത്തവണ ചിലർ ഉയർത്തുന്നത്. എങ്കിലും ഈ റൂളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് BCCI തീരുമാനം. ഫ്രാഞ്ചൈസികളും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. MI CSK ടീമുകളുടെ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസ് പരിശോധിക്കുകയാണ് ഇത്തവണ. കൂടുതൽ IPL വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 4 പ്രധാന താരങ്ങളാണ് ഇമ്പാക്ട് പ്ലെയറായി ഉപയോഗിക്കാൻ ഇത്തവണ MIക്കുള്ളത്. അതിൽ മുൻനിരയിൽ ആകാശ് മദ്വാൾ. 8 മാച്ചുകളിൽ 14 വിക്കറ്റുകളുമായി കഴിഞ്ഞ തവണ മിന്നിയിരുന്നു മദ്വാൾ. മിക്കപ്പോഴും ഇമ്പാക്ട് പ്ലെയറായാണ് ഇറങ്ങിയതും. ഇത്തവണയും ഇതേ രീതി തന്നെയായിരിക്കും മുംബൈ സ്വീകരിക്കുക. വെറ്ററൻ ലെഗ് സ്പിന്നർ പീയൂഷ് ചൗളയാണ് മറ്റൊരാൾ. ഫിറ്റ്നസ് ഒരു പ്രശ്നമാണ്. അതിനാൽ തന്റെ 4 ഓവറുകൾ മാത്രം കൃത്യമായി നൽകി മടങ്ങാനായിരിക്കും ചൗളയുടെ പ്ലാൻ. മുംബൈ കണ്ടെത്തിയ മറ്റൊരു എക്സൈറ്റിംഗ് ടാലന്റാണ് നേഹൽ വധേര. 145 സ്ട്രൈക്ക് റേറ്റിൽ 241 റൺസ് കഴിഞ്ഞ തവണ നേടി. താരനിമിടമായ MI ബാറ്റിംഗ് നിരയിൽ നേരിട്ട് കടന്നുവരിക നേഹലിന് പ്രയാസമാണ്. മാച്ചിലെ ആദ്യ ഇന്നിംഗ്സിന്റെ ഗതിയനുസരിച്ചായിരിക്കും നേഹൽ വധേര കളിയിലേക്ക് വരിക. വിഷ്ണു വിനോദും അർജുൻ ടെണ്ടുൽക്കറുമാണ് അവൈലബിളായ മറ്റു പ്ലെയേഴ്സ്. ചെന്നൈയെ സംബന്ധിച്ചും മികച്ച താരങ്ങൾ തന്നെ ഉപയോഗിക്കാനുണ്ട്. അതിൽ പ്രധാനിയാണ് സമീർ റിസ്വി. ഇത്തവണ ലേലത്തിൽ വമ്പൻ നേട്ടമുണ്ടാക്കിയ താരമാണ് റിസ്വി. UP T20 ലീഗിലെ വെടിക്കെട്ടാണ് ചെന്നൈയുടെ കണ്ണു തുറപ്പിച്ചത്. 8.4 കോടി നേടി ഇത്തവണ IPL സമീർ റിസ്വി ഭരിക്കുമോ എന്ന് കണ്ടറിയാം. രാജ്വർദ്ധൻ ഹങ്കർഗേക്കറാണ് മറ്റൊരു പ്ലെയർ. കഴിഞ്ഞ തവണ 2 മാച്ചിൽ മാത്രമാണ് കളിക്കാനായത്. എങ്കിലും ഇംപ്രസീവ് ആയിരുന്നു. 2024 കൂടുതൽ ഉത്തരവാദിത്തം ഹങ്കർഗേക്കർക്കുണ്ടാകും. അജിങ്ക്യ രഹാനെയാണ് ഇമ്പാക്ട് പ്ലെയറായി വരാൻ സാധ്യതയുള്ള മറ്റൊരു താരം. CSKയിലെ പെർഫോമൻസ് കൊണ്ട് ടീം ഇന്ത്യയിലേക്ക് വരെ തിരിച്ചു വരാൻ രഹാനെക്കായിരുന്നു. ഇത്തവണയും തന്റെ IPL മാജിക് ആവർത്തിക്കാനായിരിക്കും രഹാനെയുടെ ശ്രമം. മുകേഷ് ചൗധരി, തുഷാർ ദേശ്പാണ്ഡെ എന്നിവരും ചെന്നൈയുടെ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് പ്ലെയേഴ്സാണ്. ചേസിംഗിൽ മികച്ച രീതിയിൽ തന്നെ കളി നിയന്ത്രിക്കാൻ ഇരുവർക്കുമാകും. IPLന്റെ ഈ മേഖലയിൽ ചെന്നൈയും മുംബൈയും ഒപ്പത്തിനൊപ്പം തന്നെ.